വളരെ വേഗത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൈമാറിയ ഒരു ദൂതിലേക്ക് പ്രവേശിക്കാം. സ്തോത്രം. അതിനാധാരമായി എസ്തേറിൻ്റെ പുസ്തകം 3-ാമത്തെ അധ്യായം അതിൻ്റെ 12-13 വേദവാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. എസ്തേറിൻ്റെ പുസ്തകം 3-ാമത്തെ അധ്യായം അതിൻ്റെ 12-13 വേദവാക്യങ്ങൾ. ആദാർ മാസമായ 12-ാം മാസം 13-ാം തീയതി തന്നെ സകല യഹൂദന്മാരെയും ആബാലവൃദ്ധം കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കൂടെ നശിപ്പിച്ച് കൊന്നുമുടിക്കുകയും അവരുടെ വസ്തുവക കൊള്ളയിടുകയും ചെയ്യണമെന്ന് രാജാവിൻ്റെ സകല സംസ്ഥാനങ്ങളിലേക്കും അഞ്ചൽക്കാർ വശം എഴുത്ത് അയച്ചു. സ്തോത്രം. ലഭിച്ച നല്ല വാക്യത്തിനായി കരങ്ങൾ ഉയർത്തി നമുക്ക് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാം. സ്തോത്രം. നാം തിരുവചനം ആഴത്തിൽ പഠിക്കുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. സ്തോത്രം. പലപ്പോഴും ദൈവത്തിൻ്റെ ജനം വളരെ പ്രയാസത്തിൽ കൂടെയും ഭീതിയിൽ കൂടെയും കടന്നുപോയിട്ടുണ്ട്. സ്തോത്രം. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഞാൻ ഈ വേദഭാഗം ധ്യാനിച്ചു വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു ആത്മീയ ദൂത് ഇതാണ്. ചില ദിവസങ്ങളെ, ചില മാസങ്ങളെ, ചില സമയങ്ങളെ പിശാച് നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് നമ്മളോട് പറയും, ദാ ഇത്രേ ഉള്ളൂ നിനക്ക് ആയുസ്, അല്ലെങ്കിൽ ഈ ഡേറ്റ് കൊണ്ട്, ഈ സമയം കൊണ്ട് നിന്റെ കഥ കഴിയാൻ പോവാ. സ്തോത്രം. ഹലോ, ഞാൻ പറയുന്നതിൻ്റെ ആശയം മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. വളരെ ശ്രദ്ധിക്കണം. ഇവിടെ വലിയൊരു പ്രതിസന്ധി യഹൂദാ ജനത്തിന്റെ മുമ്പിൽ നിൽക്കുക. സ്തോത്രം. ഒറ്റ മനുഷ്യൻ ശത്രുവായിട്ട് മാറി. നമുക്കറിയാം, അത് ഹാമാൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഹമ്മദാദയുടെ മകനായിരിക്കുന്ന ഹാമാൻ. ഹാമാന്റെ ചരിത്രം പഠിച്ചു വരുമ്പോൾ അവനൊരു അമാലേക്കനാണെന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അമാലേക്കരെ എല്ലാം തകർത്ത് കളയണമെന്ന് ആദ്യത്തെ രാജാവായിരിക്കുന്ന ശൗലിന് അരുളപ്പാട് കൈമാറിയതാണ് ദൈവം. എന്നാൽ അവൻ അത് ചെയ്തില്ല എന്നുള്ളത് നമുക്ക് ശൗമേലിന്റെ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് പിൽക്കാലത്ത് നോക്കിക്കേ, ഈ ഹമ്മദാദയുടെ മകനായിരിക്കുന്ന ഹാമാൻ ഒരാളെ നശിപ്പിക്കണമെന്നല്ല, അതൊരു വർഗീയ പ്രശ്നമായിട്ട് മാറുകയാണ്. ഇസ്രായേൽ ജനത്തെ മുഴുവൻ നശിപ്പിക്കാൻ ഒരു തീരുമാനം എടുക്കുക. ദൈവത്തിന് സ്തോത്രം. ഒരു തീരുമാനം എടുക്കുമ്പോൾ ഈ തീരുമാനം രാജാവിനെ കൊണ്ട് സമ്മതിപ്പിച്ച് രാജാവിൻ്റെ കയ്യിലെ മോതിരമൂരി അതിനകത്ത് സീല് വെപ്പിക്കുക എന്ന് പറയുമ്പോൾ ഈ സംഭവം നടക്കുന്നത് 12-ാം വാക്യത്തിൽ പറയുന്നു, അങ്ങനെ 1-ാം മാസം 13-ാം തീയതി രാജാവിൻ്റെ രായസക്കാരെ വിളിച്ചു. സ്തോത്രം. നമുക്കറിയാം, നമുക്ക് ജനുവരി തുടങ്ങി ഡിസംബർ വരെ 12 മാസമുണ്ട്. ഇതുപോലെ മാസങ്ങൾ യഹൂദ കലണ്ടറിലുമുണ്ട്. അപ്പോൾ 1-ാമത്തെ മാസമായ നിസാൻ മാസം 13-ാം തീയതി, സ്തോത്രം, രാജാവിനെ കൊണ്ട് നിർബന്ധിച്ച് ഒരു കൽപ്പന പുറപ്പെടുവിക്കുക. ഈ വർഷത്തിന്റെ അവസാനം എന്ന് പറഞ്ഞാൽ ആദാർ മാസമായ 12-ാം മാസം 13-ാം തീയതി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ജനുവരിയിൽ രാജാവിനെ കൊണ്ടൊരു കൽപ്പന എഴുതിച്ചിട്ട് ഡിസംബർ മാസമാകുമ്പോൾ നിങ്ങളുടെ കഥ എന്ത് ചെയ്യും? തീരും. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് അവരോട് പറയാണ്, അവരുടെ ഉള്ള വസ്തുവകകളെല്ലാം എന്ത് ചെയ്യും? കൊള്ളയിടും. കുഞ്ഞുകുട്ടി, ആബാലവൃദ്ധം സകലരെ എന്ത് ചെയ്യും? നശിപ്പിക്കും. അപ്പോൾ രാജമുദ്ര കൊണ്ട്, രാജാവിന്റെ മോതിരം കൊണ്ട് ഈ കൽപ്പന ഉറപ്പാക്കി 127 സംസ്ഥാനങ്ങൾ അന്നുണ്ട്. എന്ന് പറഞ്ഞാൽ 127 രാജ്യങ്ങളിലേക്കും അവിടെയുള്ള രായസക്കാരെ വിളിച്ചിട്ട് അഞ്ചൽക്കാരുടെ പക്ഷം ഇതെന്ത് ചെയ്യുക? ഇങ്ങനെ കൊടുത്തയക്കുക. ഈ 127 സംസ്ഥാനങ്ങളിലും ഏതൊക്കെ ഭാഷക്കാരുണ്ടോ, ഏതൊക്കെ വർഗക്കാരുണ്ടോ, അവരുടെ ഇടയിലേക്കെല്ലാം ഈ കൽപ്പന ഇങ്ങനെ ചെല്ലുക. അവർ ഓരോ പട്ടണത്തിൽ ചെന്നും വിളിച്ചു പറയുകയാണ്, ഇതാ 12-ാം മാസമായ ആദാർ മാസത്തിൽ 13-ാം തീയതി തന്നെ സകല യഹൂദന്മാരെ എന്ത് ചെയ്യും?
കൊന്നുകളയും. നോക്കിക്കേ, ഇത് കേൾക്കുന്ന മാത്രയിൽ ഈ ജനത്തിനുണ്ടാകുന്ന ഒരു ഭയമുണ്ട്, ഈ ജനത്തിനുണ്ടാകുന്ന ഒരു ഭീതിയുണ്ട്. എന്ന് പറഞ്ഞാൽ ജനുവരി മാസത്തിൽ ഇങ്ങനെ ഒരു കൽപ്പന പുറപ്പെടുവിച്ചാൽ അടുത്ത 12 മാസങ്ങൾ വരുന്ന ദിവസങ്ങൾ ഈ ജനം എങ്ങനെ അതിനെ അഭിമുഖീകരിക്കും, അവരെങ്ങനെ അതിനെ തരണം ചെയ്യും? ഞാൻ പറയുന്നതിന്റെ ആശയം എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ദൈവവൈതലേ, നിന്നെയും എന്നെയും തകർക്കാൻ വേണ്ടി ശത്രു ഇതുപോലെയുള്ള ചില സമയങ്ങളെ കുറിച്ചു വെച്ചിട്ട് നമുക്ക് നേരെ വെല്ലുവിളികൾ ഉയർത്തുമ്പോൾ ഇന്ന് പകൽ ആത്മാവിൽ ഒരു ദൂത് വിളിച്ചു പറയാം, ആ ഡേറ്റിനെയൊക്കെ തിരുത്തി കുറിക്കാൻ കഴിവുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ദൈവത്തിന് സ്തോത്രം. രേഖകളെ മാറ്റി എഴുതുവാൻ കഴിവുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ദൈവത്തിന് സ്തോത്രം. ഒരു പക്ഷേ ഒരു ബാങ്കിന്റെ നോട്ടീസ് കൊണ്ടുവന്ന് നമ്മുടെ വീടിന്റെ മുമ്പിൽ പതിച്ചിട്ട് പറയും, ഇത്ര വരെ ഉള്ളൂ. സ്തോത്രം. നമ്മുടെ ഉറക്കം പോവും. സ്തോത്രം. കുഞ്ഞുങ്ങളുടെ ഫീസ് അടയ്ക്കുന്ന സമയമാകുമ്പോൾ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് പറയും, ദാണ്ട ഇന്നത്തെ കഴിച്ചില്ലെങ്കിൽ കൊച്ചിനെ ഞങ്ങൾ എന്ത് ചെയ്യും, വെളിയിൽ നിർത്തും. ദൈവത്തിന് സ്തോത്രം. വാടക കൊടുക്കുന്ന ദിവസമാകുമ്പോൾ ഓണർ വിളിച്ചിട്ട് പറയും, ഇന്ന ദിവസത്തിനകത്ത് വാടക ഇട്ടില്ലെങ്കിൽ ഞാനത് പൂട്ടും. നോക്കിക്കേ, ചില ദിവസങ്ങൾ, ചില മാസങ്ങൾ, ചില സമയങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് നമ്മളെ ഭയപ്പെടുത്തുമ്പോൾ, നമ്മളെ ഭീതിപ്പെടുത്തുമ്പോൾ ഇന്ന് പകൽ ദൈവജനം ഒരു കാര്യം തിരിച്ചറിയണം. നിന്റെ കാലഗതികൾ ദൈവത്തിന്റെ കരത്തിലാണ് ഇരിക്കുന്നത്. നിന്റെ സമയങ്ങൾ ദൈവത്തിന്റെ കരത്തിലാണ് ഇരിക്കുന്നത്. ഇവിടുത്തെ ഒരു രാജാവുമല്ല നിന്റെ കാര്യത്തിൽ തീർപ്പ് കൽപ്പിക്കുന്നത്. നിന്റെ കാര്യത്തിൽ തീർപ്പ് കൽപ്പിക്കുന്നത് ഉന്നതനായ ഒരു രാജാവാണ്. ഇവിടുത്തെ മോദിയല്ല, ഇവിടുത്തെ പിണറായി വിജയനല്ല, ഇവിടുത്തെ സർക്കാർ ഒന്നുമല്ല നിന്റെ കാര്യത്തിൽ വിധി എഴുതുന്നത്. നിന്റെ കാര്യത്തിൽ വിധി എഴുതുന്നത് ഉന്നതനായ ദൈവമാണ്. വിശ്വസിക്കുന്നവർ ആ കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യണം. നോക്കിക്കേ, ഇസ്രായേൽ ജനം വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോയി. സ്തോത്രം. നമുക്കറിയാം, ഈ ഹാമാൻ എന്ന് പറയുന്ന വ്യക്തി 10,000 താലന്ത് വെള്ളി അഹശ്വേരോശ് രാജാവിന്റെ ഭണ്ഡാരത്തിലേക്ക് കൊടുത്തയച്ചു. 10,000 എന്ന് പറയുമ്പോൾ അത് വലിയൊരു സംഖ്യ. അപ്പൊ കൈക്കൂലി കൊടുത്ത്, അന്നത്തെ കാലത്തൊരു നിയമത്തിനൊരു പ്രത്യേകതയുണ്ട്, രാജാവിന്റെ മുദ്രമോതിരം കൊണ്ട് ആ തീർപ്പിനകത്തൊരു സൈൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് രാജാവിനല്ലാതെ മറ്റാർക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മാറ്റാൻ കഴിയത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഭാവനയിൽ പറയുകയാണ്, ഒരു ദിവസം പ്രഭാതത്തിൽ ഒരു യഹൂദനായിരിക്കുന്ന ഒരു മനുഷ്യൻ ചന്തയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവൻ പച്ചക്കറി മേടിക്കാൻ പോയത്. അപ്പോഴാണ് അവന്റെ മുമ്പാകെ നിന്ന് ഒരാൾ വിളംബരം ചെയ്യുന്നത്, കേട്ടോണം, 12-ാം മാസം ആധാർ മാസം 13-ാം തീയതി ഇവിടെയുള്ള യഹൂദന്മാരെ എല്ലാം കൊന്നുകളയാൻ പോവാണെന്ന് അവിടെ നിന്ന് ഉറക്കെ വിളിച്ചു പറയുമ്പോൾ ആ മനുഷ്യരുടെയൊക്കെ ഉള്ളിനകത്ത് എന്തോരം പ്രയാസമായിരിക്കും, എന്തൊക്കെ വേദനയായിരിക്കും. എന്നെ കേൾക്കുന്ന പ്രിയരെ, സ്തോത്രം. ഈ ശത്രുവിന്റെ വലിയ പദ്ധതിയാണ് നമ്മുടെ സന്തോഷത്തെ കെടുത്തിക്കളയാന്നുള്ളത്. സ്തോത്രം. നമ്മളെ ചിലത് ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ദാ ഇതുവരെ ഉള്ളൂ എന്ന് പറഞ്ഞ് നമ്മുടെ ഉള്ള സന്തോഷത്തെ, നമ്മുടെ കുടുംബത്തിന്റെ സമാധാനത്തെ, നമ്മുടെ ഉള്ളിലെ പ്രത്യാശയെ എല്ലാം കെടുത്തിക്കളയുവാൻ പിശാച് പദ്ധതി ഇടുമ്പോൾ ഇന്ന് പകൽ ദൈവത്തിന് സ്തോത്രം, നീ സമയത്തെ അല്ല നോക്കേണ്ടത്, സമയത്തിന് അധീനനായി നിൽക്കുന്ന ഒരു ദൈവത്തെ നീ നോക്കണമെന്ന് ഇന്ന് പകലിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിശുദ്ധ സഭയോട് ആലോചന വിളിച്ചു പറയുക. ചിലപ്പോൾ രേഖകളായിട്ട് ചിലത് മുന്നിൽ വരാം, അല്ലെങ്കിൽ ചില വാക്കുകളായിട്ട് നിന്റെ മുന്നിൽ കടന്നു വരാം. അതിനൊന്നും നീ ഭയക്കരുത്. നീ ഭയപ്പെടേണ്ടത് ദൈവത്തെ മാത്രമാണ്. ഇതിനെ മാറ്റി എഴുതാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് അതിന്റെ ചരിത്രം നല്ലവണ്ണം അറിയാം. സ്തോത്രം. ചരിത്രം ഇതാണ്, ഇസ്രായേൽ ജനം ഉപവസിക്കാനും പ്രാർത്ഥിക്കാനുമായിട്ട് തുടങ്ങി. സ്തോത്രം. 4-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ മൊർദെഖായി സംഭവിച്ചതൊക്കെയും അറിഞ്ഞ് വസ്ത്രം കീറി രട്ടുടുത്ത് വെണ്ണീർ വാരിയിട്ടും കൊണ്ട് പട്ടണത്തിന് നടുവിൽ ചെന്ന് കൈപ്പോടെ അത്യുച്ചത്തിൽ നിലവിളിച്ചു. സ്തോത്രം. അവൻ രാജാവിന്റെ പടിവാതിലോളവും വന്നു. എന്നാൽ രട്ടുടുത്തുകൊണ്ട് ആർക്കും രാജാവിന്റെ പടിവാതിലിനകത്ത് കടന്നുകൂടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. നോക്കിക്കേ, 1-ാമത്തെ മാസത്തിൽ ഈ കൽപ്പന പുറപ്പെടുവിച്ച നിമിഷം മുതൽ, അറിഞ്ഞ നിമിഷം മുതൽ രട്ടുടുത്തുകൊണ്ട് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന
യഹൂദ കൂട്ടത്തെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാൻ അവിടെ നിന്ന് പ്രത്യാശയുടെ ഒരു ദൂത് വിളിച്ചു പറയാം. നിനക്ക് നേരെ ചില ഡേറ്റ് കൊണ്ടുവന്ന് നിർത്തിയിട്ട് പിശാച് നിന്നെ തകർക്കാൻ നോക്കുമ്പോൾ നീ ഉപവാസത്തിലേക്ക് തിരിഞ്ഞോണം, നീ പ്രാർത്ഥനയിലേക്ക് തിരിഞ്ഞോണം. നിന്റെ ഉപവാസത്തിനും നിന്റെ പ്രാർത്ഥനയ്ക്കും ചില ഡേറ്റുകളെയൊക്കെ മാറ്റി എഴുതുവാൻ കഴിവുണ്ടെന്ന് ഈ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആരൊക്കെ ഉപവസിച്ചിട്ടുണ്ടോ, ഏതൊക്കെ വിഷയത്തിനകത്ത് ആരൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ, അവർക്കെല്ലാം സ്വർഗത്തിൽ ദൈവം മറുപടി നൽകി കൊടുത്തിട്ടുണ്ട്. ചില ഡേറ്റിനെ കണ്ട് ഭയപ്പെടണ്ട. നീ പ്രാർത്ഥനാ മുറിയിലേക്കൊന്ന് കയറിക്കോ, നീ ഉപവാസത്തിലേക്കൊന്ന് കയറിക്കോ. ആ മടക്കി വെച്ചിരിക്കുന്ന പ്രാർത്ഥനാ പായ ഒന്ന് നിലത്തിട്ടിട്ട് അതിലേക്ക് നിന്റെ മുട്ടുകളൊന്ന് മടക്കി കഴിഞ്ഞാൽ ആ ഡേറ്റ് അതിജീവിച്ച് നിനക്ക് മുന്നോട്ട് പോകാൻ സ്വർഗത്തിലെ ദൈവം കൃപ തരുമെന്നാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. അപ്പോൾ നിങ്ങൾ നോക്കണം, ഈ സമയം നിങ്ങൾ ശ്രദ്ധിക്കണം. 1-ാമത്തെ മാസത്തിൽ ഈ കൽപ്പന വന്നു. 12-ാമത്തെ മാസം എത്തുമ്പോൾ സ്തോത്രം തകർക്കും. നീണ്ട 12 മാസങ്ങൾ ഇവരുടെ മുമ്പിൽ നിൽക്കുക. എന്നാൽ സ്തോത്രം 8-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. 8-ാമത്തെ അധ്യായം സ്തോത്രം അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ എവിടെ നിന്ന് കൽപ്പന പുറപ്പെട്ടുവോ അതേ രാജകൊട്ടാരത്തിനകത്ത് സ്വർഗത്തിലെ ദൈവം എസ്തേർ എന്ന് പറയുന്ന ഒരു രാജ്ഞിയെ അവിടെ ആക്കിയിരുന്നു. സ്തോത്രം. അപ്പൊ നമുക്കറിയില്ല, ചിലതൊക്കെ നമുക്ക് വേണ്ടി ചില സ്ഥലത്തൊക്കെ ദൈവം തമ്പുരാൻ എന്ത് ചെയ്യും, ആളുകളെ കരുതും. ദൈവത്തിന് സ്തോത്രം. നമ്മൾ നശിച്ചു പോകാതെ, നമ്മൾ മുടിഞ്ഞു പോകാതിരിക്കാൻ നമുക്ക് വേണ്ടി ചില വ്യക്തികളെയൊക്കെ സ്വർഗത്തിലെ ദൈവം കരുതുമെന്ന് വിശ്വസിക്കുന്നവർ ആ കരങ്ങളെ ഒന്ന് ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്തേ. നോക്കിക്കേ, സംഭവത്തിന്റെ ചരിത്രമൊക്കെ നമുക്കറിയാം. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, കാരണം ആ ഹിസ്റ്ററി നമുക്ക് നല്ലോണം അറിയാവുന്നതുകൊണ്ട് ഞാൻ അതിന്റെ മെയിൻ ദൂതിലേക്ക് മാത്രം ഒന്ന് പ്രവേശിക്കുക. സ്തോത്രം. 8-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ സ്തോത്രം അവിടെ മറ്റൊരു രേഖ എഴുതുകയാണ്. സ്തോത്രം. മറ്റൊരു രേഖ. അതിന്റെ 9-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അടുത്ത വാക്യം കൂടെ. ഇപ്പോൾ 3-ാം മാസം എത്തി നിൽക്കുകയാണ്. സ്തോത്രം. 1-ാം മാസത്തിലാണ് ആദ്യത്തെ കൽപ്പന എന്ത് ചെയ്യുന്നത്, പുറപ്പെടുന്നത്. 12-ാം മാസത്തിൽ തച്ചുടയ്ക്കും, തകർക്കും. എന്നാൽ 3-ാം മാസം എത്തിയപ്പോൾ കാര്യങ്ങൾ എന്ത് ചെയ്തു, തകിടം മറിഞ്ഞു. സ്തോത്രം. 1-ാം മാസം തുടങ്ങി ഈ 3-ാം മാസം 23-ാം തീയതിയുടെ ഇടയിൽ നടക്കുന്ന ചില സംഭവങ്ങളുണ്ട്. അവിടെയാണ് ഹാമാൻ എന്ത് ചെയ്യുന്നത്, കൊല്ലപ്പെടുന്നത്. ആരാണോ ദൈവജനത്തെ ഭീതിപ്പെടുത്തിയത്, ആരാണോ ദൈവജനത്തെ തച്ചുടയ്ക്കുമെന്ന് പറയുന്നത്, സ്തോത്രം, അവൻ തന്നെ ഒരു കഴുകുമരത്തിൽ കയറിയെന്ന തിരുവചനം പറയുന്നത്. അടുത്ത ചില മാസങ്ങൾ ദുഃഖിച്ച് നടക്കേണ്ട അവസ്ഥയായിരുന്നു ഇസ്രായേൽ ജനത്തിനുണ്ടായിരുന്നത്. എന്നാൽ ദൈവം അതിന് അനുമതി കൊടുക്കാതെ 1-ാമത്തെ മാസം പുറപ്പെടുവിച്ച കൽപ്പനയെ 3-ാമത്തെ മാസം എത്തി നിൽക്കുമ്പോൾ തന്നെ അതിന് നിഷ്ഫലമാക്കി കളഞ്ഞെങ്കിൽ അടുത്ത മാസങ്ങളിൽ ഒന്നും നീ ഭയപ്പെട്ട് നടക്കണ്ട ദൈവവേദലേ. യഹൂദ ജനമേ, നിങ്ങൾ ഭയപ്പെട്ട് നടക്കണ്ട. ആ 12-ാം മാസം വരെയൊന്നും നിങ്ങളുടെ വേദന പോകത്തില്ല. അതിനു മുമ്പേ ദൈവം അവിടെ ഒരു തീർപ്പ് കൽപ്പിച്ചെങ്കിൽ 3-ാം മാസം തന്നെ ആ പ്രശ്നത്തിനൊരു പരിഹാരം വരുത്തിയെങ്കിൽ ഇന്ന് പകൽ ഇതിന്റെ നടുവിൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നീ അകപ്പെട്ട് നിൽക്കുന്ന പ്രശ്നത്തിന് അധികം സമയം കൊടുക്കാതെ തന്നെ, അധികം താമസിക്കാതെ തന്നെ അതിനകത്തൊരു തീർപ്പ് കൽപ്പിക്കാൻ കഴിവുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. വിശ്വസിക്കുന്നവർ ആ കരങ്ങളെ അടിച്ച് ദൈവത്തിൽ നിന്ന് സ്തോത്രം ചെയ്താട്ടെ. 12 മാസവും നിന്നെ നീറ്റി നീ നീറി പുകഞ്ഞു പോകുന്ന അനുഭവത്തിൽ കൂടെ കടന്നു പോകാൻ ശത്രു നിനക്കെതിരെ പദ്ധതി ഇടുമ്പോൾ ഇല്ല, അത്രയൊന്നും നീ പോകത്തില്ല. നീ ഉപവസിച്ചോ, നീ പ്രാർത്ഥിച്ചോ, 1 മാസം കഴിഞ്ഞ് 1.5 മാസം കഴിഞ്ഞപ്പോൾ തന്നെ അതിനകത്തൊരു പ്രത്യേകത, അതിനകത്തൊരു പ്രത്യേക കൽപ്പന ഇറങ്ങി വന്ന് ആദ്യത്തെ കൽപ്പനയെ നിഷ്ഫലമാക്കിയിട്ട് അതിനകത്തൊരു സ്വസ്ഥത ഇസ്രായേൽ ജനത്തിന്, ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിന്റെ പ്രമാണമുള്ള ജനത്തിന് വേണ്ടി തമ്പുരാൻ ഒരുക്കിയെങ്കിൽ ഇന്ന് പകലിലും ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ദൈവം ഇതിലെ നിനക്കെതിരെ എഴുതി വച്ചിരിക്കുന്ന രേഖകൾക്കകത്ത്
ഒരു വർഷം മുഴുവൻ നിന്നെ കരയിക്കണമെന്ന പിശാച് വിചാരിച്ചത്, എന്നാൽ 3-ാം മാസത്തിൽ സ്വർഗത്തിന്റെ കരുതൽ അവിടെ വെളിപ്പെടുകയായിരുന്നു. സ്വർഗത്തിന്റെ തീർപ്പ് അവിടെ ഇറങ്ങി വരികയായിരുന്നു. ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഈ ദൂതനെ നാമം പറഞ്ഞ് സ്വീകരിക്കുന്നുണ്ട്? രേഖകളെ മാറ്റി എഴുതുവാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. നടന്നതിന്റെ ചരിത്രം നമുക്കറിയാം. എന്താ ചരിത്രം എന്നറിയാമോ? 12-ാമത്തെ മാസം എത്തി നിൽക്കുമ്പോൾ അതേ ദിവസത്തിൽ യഹൂദ ജനം ശത്രുക്കളുടെ മേൽ ജയോത്സവം കൊണ്ടാടുകയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. 12-ാം തീയതി 13-ാം തീയതി തകർക്കുമെന്ന് പറഞ്ഞെങ്കിൽ 14-ഉം 15-ഉം തീയതികൾ അവരൊരു ഉത്സവം കൊണ്ടാടുകയായിരുന്നു. അങ്ങനെയാണ് അവിടെ പുരിയും പെരുന്നാൾ ഉണ്ടാകുന്നത്. ഇന്നും ഇസ്രായേലിലെ ജനങ്ങൾ അത് ആഘോഷിക്കുന്നുണ്ട്. എന്താ കാരണമെന്നറിയാമോ? ഒരുവൻ രേഖ എഴുതി സകലരെയും തച്ചുടയ്ക്കുമെന്ന് പറഞ്ഞപ്പോൾ അതിന്റെ നടുവിൽ ദൈവം ഒരുക്കിയ വിടുതൽ, അതേ ദിവസത്തിൽ അവർക്ക് സന്തോഷിക്കാൻ, അവർക്ക് ആനന്ദിക്കാൻ, അതിനെ ഒരു പെരുന്നാളാക്കി സ്വർഗത്തിലെ ദൈവം മാറ്റിയെങ്കിൽ ഇതിന്റെ നടുവിൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നിന്നെ തച്ചുടയ്ക്കുമെന്ന് പറഞ്ഞ ഡേറ്റിനകത്ത് ആ ഡേറ്റ് നിനക്ക് സന്തോഷിക്കാൻ, നിനക്ക് ദൈവത്തെ സ്തുതിക്കാൻ, കുടുംബമായി ദൈവത്തെ ആരാധിക്കാൻ, ദൈവസന്നിധിയിൽ സന്തോഷിക്കാൻ ഉള്ളൊരു ദിവസമാക്കി മാറ്റാൻ കഴിവുള്ള ആമേൻ പറഞ്ഞു. ദൂതൊന്ന് സ്വീകരിച്ചോ. ഇന്ന് പകൽ നിന്റെ വിടുതലിന്റെ സമയമാണ്. നിനക്കെതിരെ ശത്രു ഒരുക്കി വെച്ച സമയത്തെ നീ ഭയക്കണ്ട, നീ പേടിക്കണ്ട. ഇന്ന് പകൽ ആ സമയത്തെ സ്വർഗത്തിലെ ദൈവം ക്യാൻസൽ ചെയ്യുക. ഇതെങ്ങനെയാ മൊർദെഖായി സംഭവിച്ചത്? ഇത് എങ്ങനെയാ യഹൂദ ജനമേ സംഭവിച്ചത്? ദൈവത്തിന് സ്തോത്രം. ഒറ്റ കാര്യമേ ഉള്ളൂ. നീ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാ, നീ ദൈവത്താൽ വിളിക്കപ്പെട്ടവനാ. നീ കരഞ്ഞു കലങ്ങി കണ്ണുകൊണ്ട് നടക്കാനല്ല ദൈവം നിന്നെ പറ്റി ആഗ്രഹിക്കുന്നത്. എന്നും രട്ടുടത്ത് ഉപവസിച്ചും പ്രാർത്ഥിച്ചും വിഷമിച്ചും നടക്കാനല്ല സ്വർഗത്തിലെ ദൈവം നിന്നെ പറ്റി ആഗ്രഹിക്കുന്നത്. നിനക്ക് നിന്റെ വിലാപത്തെ നൃത്തമാക്കി തീർക്കുന്ന ഒരു ദൈവമുണ്ട്. രട്ടെടുത്ത് മാറ്റിയിട്ട് സന്തോഷത്തെ ഉടിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ 12-ാം മാസത്തിൽ യഹൂദ ജനം ഒന്നടങ്കം ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ സ്തുതിക്കുന്ന, അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങളാക്കിയത് മാറ്റിയെങ്കിൽ ദൈവത്തിന് സ്തോത്രം. ദൈവം ഇതിനെ പരിശുദ്ധാത്മാവ് ഇടപെടുക. സർക്കാരാണ് ഒരു ഡേറ്റ് നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നത്. സ്തോത്രം. കോടതിയാണോ വെച്ചിരിക്കുന്നത്? ബാങ്കാണോ വെച്ചിരിക്കുന്നത്? സ്കൂളുകളാണോ വെച്ചിരിക്കുന്നത്? നീ ഭയപ്പെട്ടു പോകരുത്. നിനക്ക് വേണ്ടി ന്യായം ചോദിക്കുന്ന, നിനക്ക് വേണ്ടി പ്രതിക്രിയ നടത്തുന്ന, നിനക്ക് വേണ്ടി രേഖകളെ മാറ്റി എഴുതുന്ന ഒരു ദൈവം ഉണ്ടെന്നേ എത്ര പേര് ദൂതനാമം പറഞ്ഞ് സ്വീകരിക്കുന്നുണ്ട്? ദൈവത്തിന് സ്തോത്രം. ശത്രു എഴുതിയ ആ രേഖയെ അടുത്ത നിമിഷത്തിൽ മാറ്റി എഴുതിച്ചു. ഇതാ ദൈവത്തിന്റെ പരിപാടി. ഇതാ നമ്മുടെ ദൈവത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. സ്തോത്രം. നോക്കിക്കേ, 1-ാമത്തെ മാസത്തിലെ ആ രേഖ 3-ാമത്തെ മാസത്തിൽ സ്വർഗത്തിലെ ദൈവം എന്ത് ചെയ്തു? പൊളിച്ചു കളഞ്ഞു. സ്തോത്രം. വിശ്വസിക്കുന്നുണ്ടോ? ഇന്ന് മകൾ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യേ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വീണ്ടും കാണാൻ കഴിയുന്നത് രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്കൊന്ന് വരാം. രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാമത്തെ അധ്യായത്തിലേക്കൂടെ നമുക്കൊന്ന് കടന്നു വരാം. അതിന്റെ 1-2 വേദവാക്യങ്ങളിലും സമാനമായൊരു സംഭവം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാമത്തെ അധ്യായം അതിന്റെ 1-2 വേദവാക്യങ്ങൾ. നോക്കിക്കേ, ഇസബേൽ ഒരു ഡേറ്റ് അല്ലെങ്കിൽ ഒരു സമയത്തെ ഏലിയാവിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് വെക്കുക. സ്തോത്രം. സമയം ഇതാണ്. നാളെ ഈ സമയത്ത് നീ കൊന്ന പ്രവാചകന്മാരെ പോലെ നിന്നെ എന്ത് ചെയ്യും? കൊല്ലും. സ്തോത്രം. അപ്പോൾ ഇസബേല് ഈ ദൂതനെ പറഞ്ഞു വിടുമ്പോൾ അത് വൈകുന്നേരം ആകണമെന്ന് എനിക്കറിയില്ല. സ്തോത്രം. വൈകുന്നേരം ആയിരിക്കാം. ഒരു 5 മണി എന്നുള്ളൊരു കണക്കിരിക്കട്ടെ.
ഈ ദൂതൻ ചെന്ന് ഏലിയാവിനോട് പറയുമ്പോൾ സ്തോത്രം, ദൂതൻ പറയുകയാണ്, നാളെ ഈ സമയം 5 മണിക്ക്, അതുവരെ നിനക്ക് ആയുസ് ഉള്ളൂ. സ്തോത്രം. ഇസബേൽ ഒരു ഡേറ്റ്, ഒരു സമയം കുറിച്ചിട്ട് ഭക്തനായ ഏലിയാവിന് വേണ്ടി അവനെ തകർക്കാനായിട്ട് നോക്കി നിൽക്കുമ്പോൾ തിരുവചനം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ഏലിയാവ് പ്രാണനെ ഭയന്നോടി ഒരു ദിവസത്തെ വഴി എന്ന് അപ്പുറം കടന്നു, ഏതാണ്ട് കിലോമീറ്ററുകൾ അപ്പുറത്ത് പോയി. സ്തോത്രം. അവിടെ ഒരു ചൂരച്ചെടിയുടെ തണലിങ്ങനെ താൻ കിടന്നുറങ്ങുമ്പോൾ സ്തോത്രം, അപ്പുറത്ത് ഇസബേൽ കൊല്ലുമെന്ന് പറഞ്ഞ അതേ നിമിഷത്തിൽ അതിന്റെ പിറ്റേ ദിവസം ഇതാ ഏലിയാവിന്റെ അടുക്കൽ ഏലിയാവിനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്നൊരു ദൂതനെ അയച്ചിരിക്കുകയാണ് സ്വർഗത്തിലെ ദൈവം. ഞാൻ പറയുന്നതിന്റെ ആശയം എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ആ ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങിയ ഏലിയാവിന് വേണ്ടി ഒരു തുരുത്തി വെള്ളവും അടയും ഒരുക്കി ഒരു ദൂതൻ അവന് വേണ്ടി അവനെ ശുശ്രൂഷിപ്പാൻ, അവനെ ബലപ്പെടുത്താൻ, അവനെ ധൈര്യപ്പെടുത്താൻ അവിടെ നോക്കി നിൽക്കുക. ദൈവത്തിന് സ്തോത്രം. തട്ടി ഉണർത്തി, പിന്നെയും നിനക്ക് ദൂരയാത്ര ചെയ്യാനുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഏലിയാവിനെ ശക്തിപ്പെടുത്തി ബലപ്പെടുത്തി ആ കഴിച്ച ആഹാരത്തിന്റെ ബലം കൊണ്ട് 40 ദിവസം താൻ എന്ത് ചെയ്തു? യാത്ര ചെയ്തു. യാത്ര ചെയ്തിട്ട് ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബോളം താൻ എന്ത് ചെയ്തു? ചെന്നു. എന്താ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടെന്ന് അറിയാമോ? അടുത്ത ദിവസം ഏലിയാവേ നിന്നെ കൊല്ലും എന്ന് പറഞ്ഞപ്പോൾ ഇപ്പൊ 40 ദിവസം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 1.5 മാസം കഴിഞ്ഞപ്പോൾ ഏലിയാവ് എത്തി നിൽക്കുന്നത് ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബില. ദൈവത്തിന് സ്തോത്രം. ഇസബേൽ ഒരുക്കി വെച്ച ഡേറ്റ് തെറ്റിയോ? ഇസബേൽ ഒരുക്കി വെച്ച സമയം തെറ്റിയോ? ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവവേദനെ, പിശാച് പറയുന്നതല്ല നിന്റെ സമയം, പിശാച് പറയുന്നതല്ല നിന്റെ ഡേറ്റ്, ഇവിടുത്തെ മനുഷ്യൻ പറയുന്നതല്ല നിന്റെ മരണ ദിവസം. ദൈവത്തിന് സ്തോത്രം. നിന്റെ മരണ ദിവസത്തെ കുറിച്ചു വെക്കുന്ന ഒരു ദൈവമുണ്ട്. നീ എന്ന് വരെ ജീവിക്കണമെന്ന് ദൈവത്തിന് സ്തോത്രം കുറിച്ചു വെച്ചിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഒരു ശത്രുവിനും ഒരു ഇസബേല് ശക്തികൾക്കും ഒരു രാജ്യത്തിന്റെ ശക്തികൾക്കും നിനക്ക് വേണ്ടി ഒരു ഡേറ്റ് കുറിക്കാൻ കഴിയത്തില്ലെന്ന് ദൈവത്തിന് സ്തോത്രം. നോക്കിക്കേ, 1.5 മാസം കഴിഞ്ഞു. സ്തോത്രം. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഏലിയാവ് സ്വർഗത്തിലേക്ക് എന്ത് ചെയ്യുന്നത്? എടുക്കപ്പെടുന്നത്. സ്തോത്രം. നമുക്കറിയാം, ഭക്തന് വേണ്ടി കെണിയൊരുക്കി വെച്ച് അവനെ തകർക്കാൻ നോക്കി നിന്നവളുടെ അന്ത്യം എന്തായിരുന്നു എന്ന് തിരുവചനം വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ദൈവത്തിന് സ്തോത്രം, നാളെ ഈ നേരത്ത് നിന്നെ കൊല്ലും എന്ന് പറഞ്ഞ ഏലിയാവ് കേൾക്കുന്നത്, കാണുന്നത് അഗ്നിമയ രഥങ്ങൾ ഇറങ്ങി വന്ന് ഏലിയാവിനെ സ്വർഗത്തിലേക്ക് എടുക്കുന്നതാ. വർഷങ്ങൾ കഴിഞ്ഞുപോയി, വെല്ലുവിളികൾ ഇന്നും അതുപോലെ അവിടെ നിൽക്കുക. പക്ഷെ ഏലിയാവ് സ്വർഗത്തിലെത്തി. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവവൈദ്യരെ, വെല്ലുവിളിക്കുന്നവർ വെല്ലുവിളിച്ചോട്ടെ. ആ വെല്ലുവിളികൾക്കൊക്കെ ചില മിനിറ്റുകൾ മാത്രമേ ഉള്ള ആയുസ്. ദൈവത്തിന് സ്തോത്രം. അതല്ല നിന്റെ ആയുസ്. അതിനപ്പുറത്തേക്ക് സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി ചിലത് കരുതിയിട്ടുണ്ടെന്നേ. നീ തളർന്നു പോകുന്ന മേഖലയ്ക്കകത്ത് അവനൊരു കാക്കയായി ചെല്ല ബലപ്പെടുത്തുന്നത് സ്വർഗത്തിലെ ദൈവം തന്നെ നേരിട്ട് ഇറങ്ങി വരിക. തന്റെ ദൂതനെ അയച്ച് ഏലിയാവിനെ ധൈര്യപ്പെടുത്തുക. 40 ദിവസങ്ങൾക്ക് ശേഷം സ്വർഗത്തിലെ ദൈവം തന്നെ ഏലിയാവിനോട് സംസാരിക്കുമ്പോൾ, ഇസബേലിന്റെ വെല്ലുവിളിയെ നീ ഓർത്ത് ഭാരപ്പെടണ്ട, നീ ഭയപ്പെടണ്ട, നീ നിന്റെ നിയോഗത്തിലേക്കൊന്ന് കയറ്. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ നിന്നെ കൊല്ലാൻ വേണ്ടി ഏലിയാവേ പട്ടണം തോറും ഗ്രാമം തോറും രാജ്യം തോറും ഇസബേലും ആഹാബും ആൾക്കാരെ അയച്ചിട്ട് നിന്റെ ശരീരത്തിൽ ഒരു പോറലേൽക്കാൻ ഞാൻ അനുവദിച്ചോ? ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ വിടുവിച്ച അതേ ദൈവമാണ് മേലാലും നിന്നെ വിടുവിക്കുന്നത്. ഏലിയാവിനൊരു ഉറപ്പ് കൈമാറുകയായിരുന്നു, ഏലിയാവിനൊരു നിശ്ചയം കൈമാറുകയായിരുന്നു. ദൈവം അവനെ ധൈര്യപ്പെടുത്തുമ്പോൾ അവൻ ചെയ്യേണ്ടെന്ന ശുശ്രൂഷയെ പറ്റിയാണ് ദൈവത്തിന് ഏലിയാവിനോട് പറയാനുള്ളത്. ശത്രു പറഞ്ഞു പേടിപ്പിക്കുന്നത് നാളെ ഈ സമയമാ. ഇന്ന് പകൽ ദൈവത്തിന് സ്തോത്രം. പല സമയങ്ങളും നിനക്കെതിരെ ചില കുടുംബങ്ങളായിക്കോട്ടെ, വ്യക്തികളായിക്കോട്ടെ, ആഭിചാരങ്ങളായിക്കോട്ടെ, മന്ത്രവാദങ്ങളായിക്കോട്ടെ, പല സമയങ്ങളും നിനക്ക് വേണ്ടി കുറിച്ചു വെക്കുമ്പോൾ ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന കൈമാറുക. നീ നിന്റെ നിയോഗത്തിലേക്ക്, നീ ചെയ്തു തീർക്കേണ്ട ശുശ്രൂഷയിലേക്ക് നീ കണ്ണുവെക്ക്. അതാ നിന്നെ മുന്നോട്ട് നയിക്കുന്നത്. ശുശ്രൂഷയുണ്ടോ? ആയുസ്സുണ്ടെന്ന് അതിന്റെ അർത്ഥം. ദൈവത്തിന് സ്തോത്രം. എത്ര പേർക്ക് ആ ദൂതന് നാമം പറയാൻ കഴിയുന്നുണ്ട്? ദൈവത്തിന് സ്തോത്രം. നാളെ ഈ സമയം എന്ന് പറഞ്ഞതിന്റെ നടുവിൽ നിന്ന് 1.5 മാസം കൂടെ സ്തോത്രം ഏലിയാവ് കടന്നുപോയി.
ഏലിയാവ് ദൈവത്തിന്റെ പർവ്വതത്തിൽ ചെന്ന് കയറിയിട്ട് ഒരു പുതിയ നിയോഗത്തോടെ ഏലിയാവ് അവിടുന്ന് ചലിക്കുമ്പോൾ അവിടെയും തെളിയിക്കുകയാ, ശത്രുവിൻ്റെ സമയമല്ല നിന്റെ സമയം. നിനക്ക് വേണ്ടി ദൈവം ഒരു ടൈം നിശ്ചയിച്ചിട്ടുണ്ട്. ഒരിക്കൽ ഭക്തനായിരിക്കുന്ന പത്രോസ് അപ്പോസ്തലനെ പിടിച്ച് കാരാഗ്രഹത്തിലിട്ടു. സ്തോത്രം. അവിടെ ഒരു സമയം നമുക്ക് കാണാൻ കഴിയും. 12-ാമത്തെ അധ്യായത്തിൽ അത് കാണാൻ കഴിയുന്നത്. ആ സമയം ഇതാണ്. അന്ന് പെരുന്നാൾ നടന്നുകൊണ്ടിരിക്കുക. സ്തോത്രം. ഹെരോദാവ് പറയാണ്, പെസഹ കഴിഞ്ഞിട്ട്, ഹലോ, പെസഹ കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ ഈ പെരുന്നാൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക, കൂടാര പെരുന്നാൾ. ഒരു 3-4 ദിവസം കൂടെ കഴിഞ്ഞിട്ട് ജനത്തിന് മുൻപാകെ ഈ പത്രോസിനെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് യാക്കോബിനെ കൊന്നതുപോലെ ആരെയും കൊല്ലണം, പത്രോസിനെയും കൊല്ലണം എന്ന് ഹെരോദാവ് പദ്ധതി ഒരുക്കുമ്പോൾ പെസഹ കഴിഞ്ഞിട്ട് എന്നൊരു ഡേറ്റ് ഇതാ പത്രോസിന്റെ മുൻപാകെ, ദൈവജനത്തിന്റെ മുൻപാകെ ഇങ്ങനെ നിർത്തിയിരിക്കുക. സ്തോത്രം. ഓരോ ദിവസവും കൂടാര പെരുന്നാൾ ആഘോഷിക്കുമ്പോഴും അവരുടെ ഉള്ളു കടന്ന് കത്തുക. അടുത്ത ദിവസം കഴിയുമ്പോൾ പത്രോസ് എന്ന് പറയുന്ന ഞങ്ങളുടെ അപ്പോസ്തലനെ കൊല്ലാൻ വേണ്ടി പോകുക. ദൈവത്തിന്റെ ജനം പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവർ പ്രാർത്ഥനാ മുറിയിലേക്ക് കയറി സഭ ഒന്നടങ്കം പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. പെസഹ വരെ ഒന്നും നീണ്ടുപോയില്ലെന്നേ, അതിനു മുമ്പേ സ്വർഗത്തിലെ ദൈവം തന്റെ ദൂതനെ കാരാഗ്രഹത്തിനകത്ത് അയച്ചു. ദൈവത്തിന് സ്തോത്രം. പെസഹയ്ക്ക് മുന്നമേ ആ ഭക്തനെ അവിടെ നിന്ന് പുറത്തു കൊണ്ടുവന്നെങ്കിൽ, രാജാവേ നീ പറഞ്ഞ സമയം എന്തായി? സ്തോത്രം. യഹൂദ ജനമേ, നിങ്ങളുടെ പ്രതീക്ഷിച്ച ആ സമയം എന്തായി? അതൊന്നുമല്ല പത്രോസിന്റെ സമയം. പത്രോസ് അവിടുന്ന് കൈസരിക്ക് പോയെന്ന തിരുവചനം പറയുന്നത്. വീണ്ടും നമുക്ക് വളരെ ഉറയ്ക്കാൻ പറ്റുന്നൊരു വേദഭാഗമുണ്ട്. ശദ്രക്കിന്റെയും മേശക്കിന്റെയും അബേദ്നെഗോവിന്റെയും മുമ്പിൽ ഒരു ഡേറ്റ് ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. സ്തോത്രം. ദാ ഇപ്പോൾ ഇവിടെ നിന്ന് കുഴലൂതും, വീണക്കാർ വീണ വായിക്കും. ഇതെല്ലാം വായിക്കുമ്പോൾ സ്തോത്രം ഒരു സമയം വെച്ചിരിക്കുകയാണ്. ഈ സ്വർണ്ണ ബിംബത്തെ വീണെന്ത് ചെയ്യണം? നമസ്കരിക്കണം. അല്ലെങ്കിൽ സ്തോത്രം എരിയുന്ന തീച്ചൂളക്കകത്ത് നിങ്ങളെ ഇട്ട് കൊന്നുകളയും. സ്തോത്രം. അതും ഒരു സമയമാണ്. സ്തോത്രം. ചരിത്രം നമുക്കറിയാം. എരിയുന്ന തീച്ചൂളക്കകത്ത് ആ ശത്രു ഒരുക്കി വെച്ച സമയമൊക്കെ കടന്നുപോയി. മരണത്തിനായി ഇവരെ കൊണ്ടുവന്ന ആ തീച്ചൂളക്കകത്തേക്ക് ഇടുമ്പോൾ സ്തോത്രം ആ തീക്കകത്ത് നാലാമനായി ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വന്നെങ്കിൽ ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾക്ക് എത്ര പേർക്കുള്ളിൽ പ്രത്യാശ വർദ്ധിക്കുന്നുണ്ട്? സമയം കഴിഞ്ഞു പോയാലും ദൈവം പ്രവർത്തിക്കുന്ന മിനിറ്റുകളുണ്ടെന്ന്. ദൈവത്തിന് സ്തോത്രം. നിന്നോടുകൂടെ തീയിൽ ഇറങ്ങി വന്ന് നിൽക്കുന്ന ഒരുപക്ഷെ തീക്കകത്തൊക്കെ വീണെന്നിരിക്കും. പക്ഷെ ആ തീ നിനക്കൊരു കേടുപാടും വരുത്താതെ അതിനകത്ത് നിന്നെ പുറത്തു കൊണ്ടുവരുമെന്ന് എത്ര പേരൊന്ന് വിശ്വസിക്കുന്നുണ്ട്? പെസഹ കഴിഞ്ഞിട്ടൊരു സമയം. ദൈവത്തിന് സ്തോത്രം. കുടലൂതാൻ ആ കുടലൂത്തുകാരെയൊക്കെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അതിനെ വണങ്ങാൻ അനുവദിക്കുന്ന ഒരു സമയം. ഈ സമയത്തെ എല്ലാം ദൈവജനം അതിജീവിച്ചെങ്കിൽ, ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിക്കാം. സ്തോത്രം. ഗതസമനയിലും ഇതുപോലൊരു സമയത്തെ കർത്താവ് അഭിമുഖീകരിക്കുന്നുണ്ട്. അവിടെ താൻ പ്രാർത്ഥനയ്ക്കായിട്ട് ഗതസമനയിലേക്ക് കയറി പ്രാർത്ഥിച്ച് പിതാവുമത്തുള്ള ദൈവിക സാന്നിധ്യത്തിനകത്ത് ധൈര്യത്തോടെ ബലത്തോടെ പുറത്തു വന്നിട്ട് ആ ക്രൂശീകരണത്തിന്റെ സമയത്തെയും താൻ അഭിമുഖീകരിച്ചു. സ്തോത്രം. 3 ദിവസം കല്ലറയ്ക്കകത്ത് തൻ്റെ ശരീരം ഇരിക്കുമ്പോൾ 3-ാം നാൾ കല്ലറകളെ ഭേദിച്ച് യേശു കർത്താവ് ശക്തിയോടെ ഉയർത്തെഴുന്നേറ്റ് വന്നെങ്കിൽ ആ സമയത്തെയും അതിജീവിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയരെ, എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ ടൈം എന്ന് പറയുന്നത്, ഒടുക്കത്തെ ശത്രു എന്ന് പറയുന്നത് മരണമാണെങ്കിൽ ദൈവത്തിന് സ്തോത്രം, ആ മരണ സമയത്തെയും അതിജീവിക്കാൻ കഴിവുള്ള ഒരു വർഗം ഇന്ന് ഭൂമിയിൽ ഉണ്ടെങ്കിൽ അത് ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന നമ്മളാണെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. നിന്റെ സമയം പിശാചല്ല തീരുമാനിക്കുന്നത്. നിന്റെ സമയം രാജാക്കന്മാരല്ല, പ്രഭുക്കന്മാരല്ല, ഭരണകൂടമല്ല, സാത്താന്യ മണ്ഡലങ്ങളല്ല തീരുമാനിക്കുന്നത്. നിന്റെ സമയം തീരുമാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ഏറ്റവും ഒടുക്കത്തെ ശത്രുവായി മരണം പോലും നീങ്ങിപ്പോകുകയാണ്. ആ സമയത്തെ പോലും അതിജീവിച്ച് പുറത്തു വരാൻ കഴിവുള്ള, കരുത്തുള്ള, ആത്മശക്തി പ്രാപിച്ച ഒരു കൂട്ടമാണ് ഇതിനകത്തിരിക്കുന്നതെങ്കിൽ ഇത് പോരാ. കരങ്ങൾ അടിച്ച് വായ്കളെ തുറന്ന് വീണ്ടും ശക്തിയോടെ
കണ്ട് ഭയപ്പെടരുത് കേട്ടോ. ഈ സമയത്തെ കണ്ട് പേടിക്കരുത് കേട്ടോ. ദൈവത്തിന് സ്തോത്രം. മരണത്തെ കണ്ട് നീ പേടിക്കരുത് കേട്ടോ. അതിനപ്പുറത്ത് നിനക്ക് വേണ്ടി ദൈവം ഒരു സമയം ഒരുക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ കണ്ണുകളൊക്കെ ദിവസങ്ങളിൽ അടയട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചു തുടങ്ങിയാണ്. ഞാനിത് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും വിഷയങ്ങൾ വ്യത്യസ്തമായിരിക്കാം. ദൈവത്തിന് സ്തോത്രം. പലവിധ വിഷയങ്ങൾക്കകത്തായിരിക്കാം ചില ഡേറ്റുകൾ നിങ്ങളെ ഭീതിപ്പെടുത്തുന്നത്. എന്നാൽ ഇന്ന് കേട്ട ദൂതിനകത്ത് നിങ്ങൾക്കുള്ള ദൂതുണ്ട്. ദൈവത്തിന് സ്തോത്രം. അത് നിങ്ങൾ മുറുകെ പിടിക്കുക. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു. ഭരണകൂടമല്ല, രാജാക്കന്മാരല്ല, പിശാചല്ല, സാത്താന്യ മണ്ഡലങ്ങളല്ല നിന്റെ സമയത്തെ, നിന്റെ കാലഗതികളെ നിയന്ത്രിക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞിട്ടെന്ന് പറയുന്ന ഒരു സമയം, ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് നാളെ ഈ നേരത്തെന്ന് പറയുന്ന ഒരു സമയം, ആധാർ മാസം 12-ാം തീയതി എന്ന് പറയുന്ന ഒരു സമയം, ഈ സമയത്തെ എല്ലാം ദൈവജനം അതിജീവിച്ച് മുന്നേറിയെങ്കിൽ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനേ, നിന്റെ മുമ്പിലുള്ള സമയത്തെയും നീ അതിജീവിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുമ്പോൾ എത്ര പേർ ദൂതനാമേൽ പറഞ്ഞ് സ്വീകരിക്കുന്നുണ്ട്?